കാര്യവട്ടം ക്യാമ്പസിലെ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം വേദാന്ത ഡിപ്പാർട്ട്മെന്റ് SFI പ്രവർത്തക തല്ലി തകർത്ത സംഭവം അതിൽ ദേശീയ അധ്യാപക പരിഷത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സംസ്കൃതം സെമിനാറിൽ ഗവർണർ പങ്കെടുത്തതിന്റെ പ്രതികാരമായാണ് അക്രമം എന്ന് അധ്യാപക പരിഷത്ത് ആരോപിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് മേധാവി പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, ഈ അങ്ങാടി തോറ്റതിന് അമ്മയോട് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഗവർണറെ ഒരു സംസ്കൃതം സെമിനാറിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഗവർണറെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി കാര്യവട്ടം ക്യാമ്പസിലേക്ക് വരിക, അവിടെ ഈ സംസ്കൃതത്തിൻ്റെ ഭാഗമായ വേദാന്ത പഠന കേന്ദ്രത്തിൻ്റെ ബോർഡുകൾ തകർക്കുക, പ്രധാന അധ്യാപികയ്ക്ക് നെയിം ബോർഡ് തകർക്കുക, ഇത്തരം ചില കിരാത നടപടികളൊക്കെയാണ് SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിനെതിരെ ഇപ്പോൾ അധ്യാപക പരിഷത്ത് രംഗത്ത് വന്നിട്ട് എന്താണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്? അവരിതിനെതിരെ എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത്? ഗുഡ് മോർണിംഗ് വീണ. 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിനുള്ളിലെ വേദാന്തം ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡുകളും അതോടൊപ്പം തന്നെ ഈ ഡിപ്പാർട്ട്മെന്റും SFI പ്രവർത്തകർ തല്ലി തകർത്തത്. അത് ഈ 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഓഫീസ് കെട്ടിടത്തിലെ സെനറ്റ് ഹാളിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു സംസ്കൃതം സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. അതായത് ഒരു മൾട്ടി ഡിസിപ്ലിനറി എന്ന രീതിയിലുള്ളൊരു സംസ്കൃതം സെമിനാറാണ് സംഘടിപ്പിച്ചത്. ഈ സെമിനാറിന്റെ മുഖ്യ അതിഥിയും ഉദ്ഘാടകനും ഗവർണറായിരുന്നു. ചാൻസലർ, അതായത് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയുള്ള ഗവർണറായിരുന്നു. ഗവർണറെ യൂണിവേഴ്സിറ്റിക്കകത്ത് കൊണ്ടുവന്നു എന്ന് ആരോപിച്ച്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതായിട്ടാണ് ഇത്തരത്തിൽ വേദാന്തം ഡിപ്പാർട്ട്മെന്റ് തല്ലി തകർത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഗവർണർ എത്തുന്ന സമയത്ത് തന്നെ SFI പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായിട്ട് ഈ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് തള്ളിക്കയറുന്നു. പിന്നീട് അവിടെ അക്രമം സൃഷ്ടിക്കുന്നു. അതിനുശേഷമാണ് ഈ വേദാന്ത ഡിപ്പാർട്ട്മെന്റിലെ HODയുടെ റൂമും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ പല ഭാഗങ്ങളും ഒക്കെ തല്ലി തകർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ SFI പ്രവർത്തകർ പോയത്. ഇതിലാണ് ഇപ്പോൾ ദേശീയ അധ്യാപക പരിഷത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ സർവകലാശാലകളുടെ തന്നെ ചാൻസലർ ആയിട്ടുള്ള ഗവർണർക്ക് ഏതൊരു സർവകലാശാലയും നടക്കുന്ന സെമിനാറുകളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അക്കാഡമിക് പ്രോഗ്രാമിലും മുഖ്യ അതിഥിയായി ഉദ്ഘാടകമായിട്ടൊക്കെ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമലംഘനോ ഒന്നും തന്നെ ഇല്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള രീതിയാണ്. പക്ഷേ ഗവർണറെ പങ്കെടുപ്പിച്ചു എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടി SFIയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കിരാതമായിട്ടുള്ള നടപടിയാണ്, അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഈ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ദേശീയ അധ്യാപക പരിഷത്ത് നമ്മളോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഈ വേദാന്ത ഡിപ്പാർട്ട്മെന്റ് HOD കൂടിയായിട്ടുള്ള വിജയലക്ഷ്മി നമ്മോട് പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളിലെ ഇത്തരത്തിൽ SFI പ്രവർത്തകരെ ഇത്തരം പ്രവർത്തനങ്ങൾ മുളയിലെ തന്നെ നുള്ളിക്കളയണമെന്നും അദ്ദേഹം HOD നമ്മളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമുക്ക് കണ്ടാൽ അറിയാം, യൂണിവേഴ്സിറ്റി പോലുള്ള പ്രദേശ യൂണിവേഴ്സിറ്റിയിലും അതോടൊപ്പം തന്നെ ഈ മറ്റ് പരിപാടികളിലൊക്കെ ഗവർണർ പങ്കെടുക്കാൻ വരുമ്പോൾ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അക്രമകരമായിട്ടുള്ള നടപടികൾ അത് സ്ഥിരമായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനമായി വന്നു നിൽക്കുന്നതാണ് ഈ വേദാന്ത ഡിപ്പാർട്ട്മെന്റ് തല്ലി തകർത്ത സംഭവം. ഈ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള സെമിനാർ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗവർണറെ കൊണ്ടുവരാൻ കാരണക്കാരായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെ തല്ലി തകർക്കട്ടെ എന്നൊരു അക്രമ ബുദ്ധിയോട് കൂടിയാണ് SFI പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർവകലാശാലകളുടെ സെനറ്റ് അംഗങ്ങളുടെ നിയമനം അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ തുടരെ ഗവർണറെ ഇത്തരത്തിൽ ഗവർണർ വരുന്ന വഴികളിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളും ഒക്കെ ഇത്തരത്തിൽ അലങ്കോലപ്പെടുത്താൻ പല ഘട്ടങ്ങളായിട്ട് ശ്രമിച്ചിരുന്നു. ആ ശ്രമങ്ങളുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിനുള്ളിലെ വേദാന്ത ഡിപ്പാർട്ട്മെന്റ് തല്ലി തകർത്തതിന് പിന്നിലുള്ളത്. ഇതിന് പ്രതിഷേധവുമായിട്ട് ദേശീയ അധ്യാപക പരിഷത്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. വീണ, കാര്യവട്ടം ക്യാമ്പസിലാണ് SFIയുടെ അതിക്രമം നടക്കുന്നത്. അവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ SFIയുടെ യൂണിറ്റ് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പാർട്ടി കടന്നിട്ടുണ്ട്. എന്തായാലും ദേശീയ അധ്യാപക പരിഷത്ത് ഇതിനെതിരെ ശക്തമായ രംഗത്ത് വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.